കുറേ നാളായി കുട്ടികൾക്ക് എണ്ണപ്പലഹാരങ്ങളൊന്നും ഞാൻ തയ്യാറാക്കി കൊടുക്കാറില്ല. വീട്ടിലെന്നും പരാതിയാണ്. ഞാൻ സാധാരണ അട, കൊഴുക്കട്ട അങ്ങനത്തെ പച്ച പലഹാരങ്ങളെന്ന് പറയും. അതാണ് തയ്യാറാക്കി കൊടുക്കാറ്. പക്ഷേ ഇന്ന് നമ്മൾ മുട്ട ബജ്ജി തയ്യാറാക്കാൻ പോവുകയാണ് കേട്ടോ. മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കടലമാവിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കായത്തിൻ്റെ പൗഡറാണ് ഞാൻ ചേർത്തേക്കണത്, വെള്ളക്കായത്തിൻ്റെ. കായം വെള്ളത്തിൽ കലക്കിയിട്ട് ചേർത്താലും നന്നായിരിക്കും. മുട്ട ഇതാ പുഴുങ്ങിയെടുത്തു. അതിൻ്റെ തോടൊക്കെ കളഞ്ഞു. തോട് നേരെ ഞാൻ കൊണ്ടുവന്ന് റോസത്തൈയുടെ കടയ്ക്കൽ ഇടാനാട്ടോ. നന്നായി പൂക്കൾ ഉണ്ടാവും എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ കിട്ടുന്ന മുട്ടത്തോടൊക്കെ റോസത്തൈയുടെ കടയ്ക്ക് ഇട്ട് കൊടുക്കാറുണ്ട്. മുട്ട ഇങ്ങനെ പെർഫെക്റ്റായിട്ട് മുറിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ചിലർ നൂല് കൊണ്ട് മുറിക്കാറുണ്ട്. ഞാൻ കത്തി കൊണ്ട് തന്നെ പെർഫെക്റ്റായിട്ട് മുറിച്ചെടുക്കും കേട്ടോ. അങ്ങനെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ബജികൾ ഓരോന്നിട്ട് മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നു. എൻ്റെ ആ ഗ്ലാസ്സിലിരിക്കുന്ന ആ സ്റ്റിക്ക് ഉണ്ടല്ലോ, ഇതിന് ചോപ്പ് സ്റ്റിക്ക് എന്നല്ലേ പറയുക, എനിക്കറിയില്ല. മാഗി കഴിക്കാൻ കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇതെനിക്ക് ഇതുപോലുള്ള സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കുത്തിയെടുക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ഈ ഒരു സ്റ്റിക്ക്. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ കുത്തിയെടുക്കും. അതുകൊണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഫസ്റ്റ് കോമ്പിനേഷനായിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കണം. സവാള അരിഞ്ഞിട്ട്, ഉപ്പ്, മുളക് പൊടി, ചെറിയൊരു കഷ്ണം പുളി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇതൊക്കെ കൂടി നന്നായിട്ട് അടിച്ചെടുത്താൽ നല്ല ഉശിരൻ ചമ്മന്തി തയ്യാറായിട്ടുണ്ട്. നാളികേര ചമ്മന്തിയും ഇതുപോലെ തയ്യാറാക്കും കേട്ടോ. പക്ഷേ നമ്മൾ ബജിയുടെ ഒപ്പം ഈ റെഡ് കളർ ചമ്മന്തിയാണ് എല്ലാവർക്കും ഇഷ്ടം, കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അങ്ങനെ ഒരു കഷ്ണം ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ശശിവേട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പം ഞാൻ കഴിച്ച് കാണിച്ചു കൊടുത്തു കേട്ടോ. കൊതിപ്പിച്ച ആളെ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.